മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ വട്ടം കറങ്ങി പോലീസ്. മലപ്പുറം സ്വദേശി മുഹമ്മദ് അലി കോഴിക്കോട് വെച്ച് കൊലപ്പെടുത്തിയെന്ന് പറയുന്ന 2 പേരെക്കുറിച്ചും വിവരങ്ങളൊന്നും ലഭിച്ചില്ല എന്ന് പോലീസ്. കൊല്ലപ്പെട്ടയാളുടെ രേഖാചിത്രം പുറത്തുവിട്ടിട്ടും തുമ്പുണ്ടാക്കാൻ പോലീസിനായിട്ടില്ല. 1986 കൂടരഞ്ഞിയിലും 89 വെള്ളയിൽ കടപ്പുറത്തുമായി 2 പേരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു വേങ്ങര സ്വദേശിയായ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ 2 കേസിലും യാതൊരു തുമ്പും പോലീസിന് ഇതുവരെയും ലഭിച്ചില്ല. മുഹമ്മദ് അലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടയാളുടെ രേഖാചിത്രം 10 ദിവസം മുമ്പ് പോലീസ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ മരിച്ചയാളെ തിരിച്ചറിയാനുള്ള യാതൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ആദ്യ കൊലപാതകം നടന്ന് 3 വർഷം കഴിഞ്ഞ് വെള്ളയിൽ കടപ്പുറത്ത് വെച്ച് മറ്റൊരാളെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നയാളുടെ രേഖാചിത്രം തയ്യാറാക്കാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല. വെള്ളയിൽ വെച്ച് താനും കഞ്ചാവ് ബാബുവും ചേർന്നാണ് ഒരാളെ കൊലപ്പെടുത്തിയെന്ന മൊഴിയിലും തുടരന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ്. കഞ്ചാവ് വിൽപ്പനക്കാരനായിരുന്ന അടിവാരം ജോസിന്റെ അനുയായിയായിരുന്നു കഞ്ചാവ് ബാബു എന്ന വിവരം മാത്രമാണ് പോലീസിന് ലഭിച്ചത്. ബാബു ജീവിച്ചിരിപ്പുണ്ടോ എന്നും വ്യക്തമല്ല. കൊല്ലപ്പെട്ടവർ ആരൊക്കെയാണെന്നോ അവരെ സംസ്കരിച്ചത് എവിടെയാണെന്നോ 1 മാസമായിട്ടും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൂടരഞ്ഞി കൊലപാതകം തിരുവമ്പാടി പോലീസാണ് അന്വേഷിക്കുന്നത്. വെള്ളയിൽ കൊലപാതകം കോഴിക്കോട് സിറ്റി പോലീസും. മുഹമ്മദ് അലിയുടെ മൊഴിയല്ലാതെ ഒരു ഘട്ടത്തിലും പോലീസ് അന്വേഷണത്തിന് പുരോഗതി ഉണ്ടായിട്ടില്ല. ഇനി എന്ത് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ മുമ്പിലെ ചോദ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്.